ഒരു ചേച്ചി വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാട്ടോ. അത് കേൾക്കണം എല്ലാവരും. ചേച്ചിക്ക് ഈ ഒരു വീഡിയോ കൂടെ ഞാൻ അതിന്റെ മറുപടിയും തരാം. എന്താ ചേച്ചി പറഞ്ഞ ആ കാര്യം ഒന്ന് കേൾക്കാം നമുക്ക്. ഇപ്പോ മാളികപ്പുറം എന്നുള്ളൊരു സിനിമ ഇവിടെ ആഘോഷത്തോടെ വന്നു എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആഘോഷത്തോടെ വന്നു, തിയേറ്ററിൽ വലിയ സക്സസ് ആയിരുന്നു. ഞാൻ ആ സിനിമയെ കുറിച്ച് കുറ്റം പറയില്ല, പക്ഷെ അത്തരമൊരു സിനിമ വരാനും ആഘോഷിക്കപ്പെടാനുമുള്ള ഒരു പശ്ചാത്തലം ഇവിടെ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ഒട്ടും നിശബ്ദരായി നിന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം വാര്യം കുന്നൻ എന്നൊരു സിനിമ ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന വിവാദങ്ങൾ നമ്മൾ ആലോചിക്കണം. എന്തൊക്കെ തരത്തിലാണ് ഓരോ സ്ഥലത്തു നിന്നും ആളുകൾ ഇത് എങ്ങനെയാണ് ഇത് പ്രസക്തമാകുന്നത്, ആരാണ് വാര്യം കുന്നിനെ കുറിച്ച് എന്തിന് സിനിമ ഉണ്ടാകുന്നു എന്ന തരത്തിൽ ഉള്ള ആലോചനകൾ. കേട്ടില്ല നിങ്ങൾ? ചേച്ചി പറയുന്നത് മാളികപ്പുറം പോലൊരു സിനിമ ഇവിടെ വളരെ ആഘോഷത്തോടു കൂടി, ആത്മസംതൃപ്തിയോടുകൂടി, ഭക്തിയോടുകൂടിയൊക്കെ ആ സിനിമയെ നമ്മൾ സ്വീകരിക്കുക, അതിന് ഇടിച്ചു കയറി ആളുകൾ കാണുക, അത് ആഘോഷിക്കപ്പെടുക, അതൊക്കെ ഒരു എന്താ പറയുക, ചിന്തിക്കാൻ പറ്റാവുന്ന കാര്യമാണോ നമ്മുടെ കേരളത്തിൽ എന്നാണ് ചേച്ചി പറഞ്ഞുകൊണ്ട് വരുന്നത്. കാരണം നമ്മുടെ കേരളം ഇങ്ങനെയല്ല, ഇങ്ങനെ ഒരു പശ്ചാത്തലം ഇവിടെ ഒരുങ്ങി വരുന്നുണ്ടോ എന്നാണ് ചേച്ചി ചോദിക്കുന്നത്. അതിനോടൊപ്പം തന്നെ വാര്യംകുന്നൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതം സിനിമയാക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ ഉണ്ടാകുന്ന എതിർപ്പുകൾ, ഇത് രണ്ടും പരിശോധിക്കുമ്പോൾ നമുക്ക് കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഒരു വല്ലാത്ത ഒരു സങ്കുചിതാവസ്ഥയിലാണ് ചേച്ചി ഉള്ളത്. ആ ചേച്ചിനോട് സങ്കുചിതാവസ്ഥയൊന്നും വേണ്ട ചേച്ചി. മാളികപ്പുറം പോലുള്ള സിനിമ ഇവിടെ വിജയിക്കുന്നതും സ്വീകരിക്കുന്നതും താങ്കളെ പോലുള്ള നിലപാടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. കാരണം താങ്കളെ പോലുള്ള ആളുകൾക്ക് വാര്യംകുന്നം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വളരെ വലിയൊരു മനുഷ്യസ്നേഹിയായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് ഒരു കണക്കിന് പറഞ്ഞാൽ ഇവിടുത്തെ ഹൈന്ദവർക്ക് അപകടമാണ്. വാര്യംകുന്നൻ എന്ന് പറയുന്ന വ്യക്തി വളരെ മോശപ്പെട്ട വ്യക്തിയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പാടി ആ ഒരു പേര് വലിയ സംഗീതാത്മകമായിട്ടുള്ള ഒരു അവസ്ഥയ്ക്ക് നിങ്ങൾ കൊണ്ടുപോകേണ്ട, അത് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വാര്യംകുന്നൻ എന്താണെന്ന് മലബാറിൽ താമസിക്കുന്ന ഓരോ വ്യക്തികൾക്കും അറിയാം ആരാണ് വാര്യംകുന്നൻ എന്നുള്ളത്. എത്രത്തോളം ഹൈന്ദവരെ കൊന്നൊടുക്കി എന്നുള്ളതും നമുക്കറിയാം. തൂവൂർ കിണർ നമുക്ക് സാക്ഷിയാണ്. ഇവിടെ വാര്യംകുന്നനെ പോലുള്ള തീവ്രവാദികളെ നമ്മൾ ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരിക, അതിനോടൊപ്പം തന്നെ ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഇതാണ് നടക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ നടക്കാൻ പാടുള്ളൂ. അതിനപ്പുറത്തോട്ട് വാര്യംകുന്നൻ എന്ന് പറയുന്ന വ്യക്തി എതിർക്കുകയും മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയെ പോലുള്ള അല്ലെങ്കിൽ അയ്യപ്പ ഭക്തന്മാരൊക്കെ ഒരു വിശ്വാസത്തിലോട്ട് ഊന്നി കൊണ്ടുപോവുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം വിഘടനപരമാണ്. അത് കേരളത്തിൽ നടപ്പാക്കാൻ പാടില്ല എന്നാണ് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നും പറയാല്ല ചേച്ചി. നിങ്ങൾക്കൊക്കെ വ്യക്തമായിട്ടുള്ള ഉദ്ദേശങ്ങൾ ഉണ്ടാവാം, അതിന് വ്യക്തമായിട്ടുള്ള കൂലികൾ ഉണ്ടാവാം, അത് നിങ്ങൾ എണ്ണി വാങ്ങുന്നുണ്ടാവാം. ബട്ട് ഇതൊന്നും ഞങ്ങൾക്ക് ഒരു വിഷയമല്ല. നിങ്ങളെപ്പോലത്തെ കുറച്ച് പുഴുക്കൾ വന്ന് എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി ഞങ്ങളുടെ വിശ്വാസത്തെ തള്ളിപ്പറയാനോ അവിശ്വാസം ഇല്ലായ്മ ചെയ്യാനോ വാര്യംകുന്നൻ എന്ന് പറയുന്ന ഇവനെ പോലത്തെ തീവ്രവാദികളെ നമ്മുടെ ജീവിതത്തിലോട്ട് സ്വീകരിക്കാനോ അല്ലെങ്കിൽ അവനെ പോലത്തെ ആളുകളെ സ്നേഹിക്കാനോ ഒന്നും ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല. നിങ്ങളെപ്പോലത്തെ ആളുകൾ വാര്യംകുന്നനെ പോലുള്ള വ്യക്തികളെ പൊക്കിക്കൊണ്ടുവരുമ്പോഴാണ് അതേസമയം ഓപ്പോസിറ്റിൽ ഞങ്ങളെപ്പോലത്തെ ആളുകൾ ഈ പറയുന്ന ഈശ്വരവിശ്വാസം മുറുകെ പിടിക്കുന്നത്. കാരണം ഭയമാണ്. 1921 ഹൈന്ദവർക്ക് യാതൊരു തരത്തിലുള്ള ഒരുമയുമില്ലാത്തത് കൊണ്ടാണ് വാര്യംകുന്നൻ എന്ന് പറയുന്ന വ്യക്തി അത്രത്തോളം പൈശാചികമായിട്ട് പ്രവർത്തിച്ചതും ഇന്ന് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു നടക്കുന്ന പല ആളുകളും ഞങ്ങളുടെ ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ടവരാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്കുണ്ടെന്നേ. മതം മാറ്റിയതാണ്. അപ്പൊ അവനെപ്പോലത്തെ തീവ്രവാദികൾ നിങ്ങൾ പൊക്കിക്കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഹൈന്ദവ മതം ചേർത്ത് പിടിച്ചേ പറ്റൂ. അതാണ് ഇപ്പോ മാളികപ്പുറം പോലുള്ള സിനിമകളായിക്കോട്ടെ, ഭക്തി മുഹൂർത്തങ്ങളായിക്കോട്ടെ, അതൊക്കെ കൂടി കേരളത്തിൽ വരാനുള്ള കാരണം നിങ്ങൾ സ്വീകരിക്കുന്നത് തീവ്രവാദികളെയാണ്. നിങ്ങൾക്കൊന്നും ഹീറോ ആയിട്ടുള്ള ആളുകൾ ഈ പറയുന്ന വാര്യംകുന്നനും ടിപ്പു സുൽത്താനൊക്കെയാണ്. ഞങ്ങൾ ദ്രോഹിക്കപ്പെട്ടതും ഞങ്ങളുടെ കഴിഞ്ഞ തലമുറ ഒരുപാട് ദ്രോഹിക്കപ്പെട്ടത് ഈ പറയുന്ന വാര്യംകുന്നന്റെ കാലത്തും ടിപ്പുവിന്റെ കാലത്തൊക്കെയാണ്. അപ്പൊ അവരെ പോലത്തെ ആളുകൾ നിങ്ങൾ ഹീറോ ആക്കി മാറ്റുമ്പോൾ നിങ്ങളെ എതിർക്കാനെങ്കിലും ഞങ്ങൾ ഇതുപോലത്തെ സാഹചര്യങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ചേച്ചിക്ക് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. നന്ദി, നമസ്കാരം.